മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലക്ഷയം കണ്ടെത്താൻ പരിശോധന ചൊവ്വാഴ്ച മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ് നടത്തുക. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 14 വർഷങ്ങൾക്ക് ശേഷമാണ് പരിശോധന നടക്കുന്നത്. അഖിൽ ടി.എസ്. ചേരുന്നു. അഖിൽ, എന്തൊക്കെയാണ് പരിശോധന സംബന്ധിച്ച വിശദാംശം? ഷമി, ഫ്രാൻസിൽ നിന്ന് എത്തിച്ച റിമോട്ട് കൺട്രോൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിൽ പരിശോധന നടത്തുന്നത്. മുല്ലപ്പെരിയാർ 1200 അടി താഴ്ചയുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തിനെയും പരിശോധന നടത്തി ശേഷം അതിനെ 50 അടി വീതമുള്ള ഭാഗങ്ങളായി വീണ്ടും തിരിച്ച് പരിശോധന, ഇത്തരത്തിൽ ശാസ്ത്രീയമായി വളരെ വിശദമായ പരിശോധനയാണ് നിലവിൽ നടത്തുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. അവസാനമായി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയം സംബന്ധിച്ച പരിശോധന കേരളം മുൻകൈയെടുത്ത് 2011 നടത്തിയത്. എന്നാൽ അന്നത്തെ പരിശോധന അംഗീകരിക്കാൻ തമിഴ്നാട് തയ്യാറായില്ല. അത്തരത്തിൽ കേസുകൾ നടന്നു. ആ കേസുകളുടെ ഭാഗമായാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 14 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ മിഷൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ ആളുകളുടെ നേതൃത്വത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 2011 നടത്തിയ പരിശോധനയിൽ മുല്ലപ്പെരിയാർ ഡാമിന് വിള്ളലുകൾ ഉള്ളതായും ബലക്ഷയമുള്ളതായുമുള്ള അന്ന് 110 അടി താഴ്ചയിലേക്ക് മാത്രമാണ് പരിശോധന നീണ്ടു നിന്നത്. എന്നാൽ അവിടെ തന്നെ സുർക്കി മിശ്രിതം ഇളകിപ്പോകുന്ന തരത്തിൽ കരിങ്കൽ പാളികൾ തെളിഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു. എന്നാൽ അന്ന് ഇത്തരത്തിലുള്ള ഇതൊന്നും തമിഴ്നാട് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇത്തവണ 1200 അടി താഴ്ചയിലേക്കും ഇത്തരത്തിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് ശ്രമിക്കുന്നത്. ഇന്നലെ ട്രയൽ റൺ നടത്തിയിരുന്നു. ആ ട്രയൽ റൺ പൂർണ്ണമായി വിജയകരമായിരുന്നു. ഇന്നു മുതൽ 12 ദിവസത്തേക്കാണ് ഈ പരിശോധന നീണ്ടു നിൽക്കുക. ഈ പരിശോധന അവസാനം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. അത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് നിരവധി ആശങ്കകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് ശേഷം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ടിൻ്റെ അവസാനം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയത്തെ സംബന്ധിച്ച കാര്യമായ വിവരങ്ങൾ ലഭിക്കും. അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും തമിഴ്നാടും ചേർന്ന് തീരുമാനിക്കുക. ഷമി, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള പരിശോധന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടക്കും. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാടപ്പള്ളി ഉന്നതിയിലെ മാരന്റെ കുടുംബത്തെ സന്ദർശിച്ച് മന്ത്രി OR കേളു. ഉന്നതിയിൽ വീട് സ്വന്തമായി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുമെന്നും ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അത് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ കടുവ ആക്രമിച്ചു കൊന്ന മാരൻ്റെ വീട്ടിലാണ് ഇന്ന് രാവിലെ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ധനസഹായമായിട്ട് 6 ലക്ഷം രൂപ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റ് രേഖകൾ 2 ദിവസത്തിനുള്ളിൽ അവർ സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ലഭിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള 4 ലക്ഷം രൂപ കൂടി അടിയന്തരമായിട്ട് കൊടുക്കും. ഇവർ കാട്ടിൽ വിറകിന് പോയപ്പോഴാണ് ഈ കടുവ കാട്ടിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി പഴയ പോലെ ഇനി കാട്ടിൽ പോയിട്ട് വിറകെടുത്തിട്ട് ശേഖരിച്ച് വരുന്ന രീതിയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഗ്യാസ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബത്തിന് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അടിയന്തരമായിട്ട് നമ്മൾ സ്വീകരിക്കും. പിന്നെ ഉള്ളത് ഇവരുടെ ഭൂമി പ്രശ്നമാണ്. ഇപ്പോൾ 37 കുടുംബമാണ് ഉള്ളത്. 17 കുടുംബത്തിന് മാത്രമേ ഇവിടെ വീടുള്ളൂ. അപ്പോൾ കുറേ കുടുംബത്തിനിടെ ഭൂമിയില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറാവുന്ന കുടുംബത്തിന് മറ്റ് പ്രദേശങ്ങളിൽ ഭൂമിയൊക്കെ ലഭ്യമാക്കി അങ്ങോട്ട് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അടിയന്തരമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.